സാർ, ഇവിടെ 2018 മെയ്യിൽ കോഴിക്കോടാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് 20ഓളം പേർക്ക് വൈറസ് ബാധയുണ്ടായി. അതിൽ 18 പേർക്ക് ജീവൻ നഷ്ടമായി. പിന്നീട് 2019 ജൂണിൽ എറണാകുളത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നു. 2021 സെപ്റ്റംബറിൽ കോഴിക്കോട് ചാത്തമംഗലത്ത് വൈറസ് ബാധ വീണ്ടും സ്ഥിരീകരിക്കുന്നു. അന്ന് 12 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായത്. 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കോഴിക്കോട് മരുതോങ്കര ആയഞ്ചേരിയിലും നിപ്പ സ്ഥിരീകരിച്ചു. 2 പേർ രോഗബാധയെ തുടർന്ന് മരിച്ചു. 2024 ജൂലൈ 21 മലപ്പുറം പാണ്ടിക്കാട് 14 വയസ്സുകാരനും നിപ്പയിലൂടെ ജീവൻ നഷ്ടമായി. ഈ വർഷം ഇപ്പോൾ ജൂലൈ 1 മലപ്പുറം മങ്കട സ്വദേശിയായ 18കാരി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു രോഗമായി മാറിയോ നിപ്പ? ഇപ്പോഴത്തെ നമ്മുടെ ബാക്കിലേക്കുള്ള നിപ്പ രോഗത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ പബ്ലിക് ഹെൽത്ത് സിനാരിയോയിൽ ഈ നിപ്പ രോഗത്തിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ 2018 തൊട്ട് ഇങ്ങോട്ടേക്കുള്ള വർഷങ്ങളാണ് റിക്കറൻ്റായിട്ട് ഏകദേശം സെയിം സീസണിൽ ഈ രോഗത്തിനെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് സർവൈലൻസ് സിസ്റ്റത്തിൻ്റെ പല കണ്ണികൾ ഉണ്ട്. ആ പല കണ്ണികളിൽ ക്ലിനിക്കൽ സൈഡ്, പബ്ലിക് ഹെൽത്ത് സൈഡ്, ഫീൽഡ്, അങ്ങനെ പല രീതിയിലും പിക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് കേരളത്തിൻ്റെ ഈ എൻഡമിക് എന്ന് പറയാവുന്ന സിനാരിയോയ്ക്കകത്ത് നമുക്ക് ലെപ്റ്റോസ്പൈറോസിസും ഡെങ്കുവും ശ്വാസകോശ അണുബാധകളൊക്കെ ആയിരുന്നെങ്കിലും ഇതിപ്പോൾ 2018 തൊട്ട് ഇങ്ങോട്ട് വന്ന പീരീഡ് നോക്കുമ്പോൾ ഇത് എല്ലാ കൊല്ലവും റിക്കർ ചെയ്തത് മേ ബി നമ്മൾ പുതിയ പാറ്റേൺ കാണുന്നോ എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊരു കരുതലിൽ മാത്രം നിൽക്കുകയല്ല, ഇതെല്ലാം ഓരോന്നും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഹെൽത്ത് സയൻസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പുതിയ പുതിയ രോഗങ്ങൾ, ഫോർ എക്സാമ്പിൾ പണ്ട് തന്നെ ഈ ലെപ്റ്റോസ്പൈറോസോ അല്ലെങ്കിൽ ഡെങ്കു ഒന്നും പണ്ട് അത്രയും നമ്മൾ എടുത്തു പറയുന്ന രോഗങ്ങളല്ലായിരുന്നു. പക്ഷേ പിന്നെ അതൊക്കെ വന്നു, അത് പിന്നെ എൻഡമിക്കായി എന്ന് പറഞ്ഞ പോലെ നമുക്കിവിടെ ചില റിസർവോയേഴ്സ് ഉണ്ട്, ചില ആനിമൽ പെരുമാറ്റങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മൾട്ടി ഫാക്ടോറിയലായിട്ട് പല പല ഘടകങ്ങളും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് ഒരു എൻഡമിസിറ്റിയിലോട്ട് പോകുന്നുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ആക്ഷനിലോട്ടാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു സിനാരിയോ ഉള്ള ഒരു സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ അതിനെതിരായിട്ടോ അല്ലെങ്കിൽ അതിനെ നമുക്ക് സേഫായി കൈകാര്യം ചെയ്യാൻ എന്താണ് വഴി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എഗെയിൻ ആ പഴയ ട്രെൻഡ് നോക്കുമ്പോൾ 2018 മരണങ്ങൾ വളരെ കൂടുതലാണ്. സർവൈവ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അതിജീവിക്കുന്നവരുടെ എണ്ണം കുറവാണ്. പക്ഷേ അതേസമയം അത് കിട്ടുന്നവരുടെ എണ്ണവും കുറവ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം വളരെ എടുത്ത് പോസിറ്റീവായി പറയാനുള്ളത്, ഇതെല്ലാം ഒരു ഡാർക്ക് സൈഡ് കാണുന്നെങ്കിലും പോസിറ്റീവായിട്ട് പറയാനുള്ളത്, ഓരോ തവണയും അത് കേരളത്തിൽ പെട്ടെന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പലരുടെയും സർവൈലൻസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു വളരെ ഉയർന്ന തോതിൽ കാര്യങ്ങളെ സംശയിക്കാനും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഡയഗ്നോസിസ്, മറ്റ് സ്ഥലത്തൊന്നും ചിലപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാത്ത സ്ഥലങ്ങളായിരിക്കാം, പക്ഷേ നമ്മൾ അതിനും കൂടെ ചിന്തിച്ച് നമ്മുടെ പല ലെവലിലുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മെഡിക്കൽ സ്പെഷ്യലിസ്റ്റും ജനറലായിട്ടുള്ള ഡോക്ടേഴ്സും എല്ലാം അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് ഏർലി സ്പോട്ടിങ് ഒന്ന്. രണ്ടാമത് നമുക്കൊരു വളരെ സ്ട്രോങ് ഈ സർവൈലൻസ് ആൻഡ് ആക്ഷനുള്ള സിസ്റ്റമുണ്ട്. അത് ഓരോ പബ്ലിക് ഹെൽത്ത് ക്രൈസിസ് വരുമ്പോഴും, ഫോർ എക്സാമ്പിൾ കോവിഡ് വന്നു, അതിന് മുമ്പിലത്തെ കാലത്ത് H1N1 വന്നു, ഇങ്ങനെ ഓരോന്നല്ല ലെപ്റ്റോസ്പൈറോസ് ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുന്നു. അപ്പോൾ ഓരോ തവണയും നമ്മൾ കൂടുതൽ ആക്ഷൻസ് അതിനെതിരായിട്ട് എടുക്കുമ്പോൾ അത് കുറേ കൂടെ ശക്തിപ്പെട്ടു വരുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ നമുക്ക് നിയന്ത്രണത്തിന് ആവശ്യമുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഹൈ ഇമ്പാക്റ്റ് ആക്ഷൻസ് നമുക്ക് സ്റ്റേറ്റിന് എടുക്കാൻ പറ്റുന്നുള്ളത് രണ്ടാമത്തൊരു ഒരു ലൈഫ് സേവിങ് ഫാക്ടറായിട്ടാണ് കരുതുന്നത്. ഈ നിപ്പ കിട്ടിക്കഴിഞ്ഞ ആൾക്ക് അല്ലെങ്കിൽ അത് മൂർച്ഛിച്ച ആൾക്ക് പിന്നെ അത് കുറച്ച് പ്രയാസമുള്ള ഒരു നല്ല ക്ലിനിക്കലായിട്ടുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. പക്ഷേ അതിനേക്കാളും വലിയൊരു വെല്ലുവിളിയാണ് കുറച്ചും കൂടെ സൈലൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് കിട്ടിയ ആൾ, നമ്മൾ ഇൻഡെക്സ് പേഴ്സൺ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്ന് പറയും. ആ കിട്ടിയ ആളിൽ നിന്ന് അത് അൺനോൺ ആയിട്ട് മറ്റ് പല അധികം ആൾക്കാർക്ക് കിട്ടാതിരിക്കാനുള്ള ആക്ടിവിറ്റീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പല വാക്കുകളും നമ്മൾ കേൾക്കാറുണ്ട്. പബ്ലിക്കിന് തന്നെ ഇപ്പോൾ ഫെമിലിയറായ വാക്കുകളാണ് കോൺടാക്റ്റ് ട്രേസിംഗ് എന്നും സമ്പർക്ക പട്ടിക എന്നും റൂട്ട് മാപ്പ് എന്നും ടൈം സ്റ്റാമ്പിംഗ് എന്നും ഐസൊലേഷൻ, ക്വാറന്റൈൻ മുതലായ വാക്കുകൾ കേരളത്തിലെ
വളരെ സാക്ഷരരായ എന്താണ് ആരോഗ്യ സാക്ഷരത വളരെ കൂടിയൊരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ അതിൽ ജനങ്ങൾക്കെല്ലാം ഈ വാക്കുകളൊക്കെ ഏതാണ്ട് അറിയാം. അപ്പോൾ ആ വാക്കുകളും അറിയാം, അതിനെക്കൊണ്ടുള്ള ഉപയോഗം അറിയാം. സോ ഇതൊക്കെയാണ് അതിൻ്റെ പ്ലസ് സൈഡിൽ നിൽക്കുന്ന ഫാക്ടേഴ്സ്.